മാനവികത ഉണർത്തും യാത്ര മാസം ഏപ്രിലാണ് യാത്ര മഹിതരാം കാന്തപുരത്തിൻ കേരള യാത്ര രണ്ടാം കേരള യാത്ര മാതൃപിതൃഗുരുവര്യറഞ്ഞ് മദ്യലഹരി കുരുക്കും ദുഷ്ട മനുഷ്യത്വം പാടെ കൈവേടിഞ്ഞവരെ അവരെ ഉണർത്തുമീ യാത്ര. ഇനി ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. ബഹുമാനരായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി കേരള അബ്ദുറഹ്മാൻ തഖാബി ബഹുമാനരുടെ പ്രഭാഷണം ഈ വേദി നടത്തുകയാണ്. അതിനു മുമ്പ് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഈ പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനരായ OK കുറ്റികോൽ നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക. KL 13U 13-18 കാറ് KL 59-65-38 ഈ രണ്ട് വണ്ടികൾ പോലീസ് ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിൽ നിർത്തി മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എത്രയും വേഗം ആ വാഹനം അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. KL 11U 13-18 KL 59-65-38. ആദരണീയനായ സുന്നി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്
ബഹുമാന്യരായ പേരോട് സാറിൻ്റെ പ്രഭാഷണം തുടരുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മീഡിയ സൗകര്യങ്ങൾ പുരോഗമിച്ചതുകൊണ്ട് മഹാനായ ഉത്സാഹങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടെ വന്ന പ്രശ്നങ്ങളെല്ലാം സാധനങ്ങൾ കാറിൽ നിന്ന് കേൾക്കാൻ സൗകര്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ MLA അടക്കമുള്ളവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് എന്നാണ് ഉത്സാഹങ്ങൾ അറിയിച്ചത്. ഇനി ഇപ്പോൾ എനിക്ക് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതിപരമായും ബുദ്ധിപരമായും ശാരീരികമായും എല്ലാ വിധത്തിലും മനുഷ്യന് മറ്റ് ജീവികളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ കർമ്മ ബനി ആദം മനുഷ്യ സമുദായത്തെ നാം ആദരിച്ചു എന്ന് പഠിപ്പിച്ചു. ഇവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവരെയും ഒരക്ഷരമായി നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബഹുമാനത്തിന്റെ മാനദണ്ഡം ഭക്തിയുടെ ഓരോരുത്തരുടെയും ഭക്തിയുടെ തോന്നൽ ശ്രമിച്ച. അപ്പോൾ മനുഷ്യരെല്ലാവരും ആദരിക്കപ്പെടുന്ന ജീവിയാണ്. അതിനാൽ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഒരു മനുഷ്യന്റെയും പരിശുദ്ധ ഇസ്ലാമിനെയാണ്. നിങ്ങൾ ആലോചിക്കുക, നീതി എല്ലാവർക്കും നീതി അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീരുമാനം കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ നീതിപൂർവകമായ തീരുമാനം കൈക്കൊള്ളും. ഒരിക്കലും വിവേചനം ജനങ്ങൾക്കിടയിൽ തീരുമാനത്തിൽ വിധികളിൽ ഉണ്ടാകുക. ഈ സൂക്തം അദ്ദേഹത്തിന്റെ വ്യക്തിയുടെ കുടുംബസ്വത്തല്ല, അത് സമൂഹത്തിന്റേതാണ്. ഇബ്രാഹിം നബി ഇസ്ലാം നിർമ്മിച്ച താക്കോല് വാങ്ങി തിരിച്ചു പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അത്ഭുതത്തോട് ഉസ്മാൻ ചോദിച്ചു, എന്തേ അലിയെ ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ ഈ സംഭവം പറഞ്ഞു, ഖുർആനിന്റെ നിർദ്ദേശം പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നീതി കാണിക്കുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിമുകൾക്കറിയാം. പള്ളിയിൽ വെച്ച് കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയുണ്ട്. കാരണം അങ്ങനെയാണ് അതിന്റെ നിയമം. ബാങ്ങിയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ രീതിയാണ്. അതോടുകൂടെ ഖുർആൻ പറഞ്ഞൊരു വാചകമാണ്, ജനങ്ങൾക്കിടയിൽ തീരുമാനം പറയുമ്പോൾ നീതി കൊണ്ട് മാത്രം തീരുമാനം പറയണം. അനീതിയില്ല, ആരോടുമില്ല. മഹാനായ ചിത്താരി ഉസ്താദ് പ്രസംഗിക്കുന്ന ഒരു ദിവസം ഞാൻ പ്രസംഗം കഴിഞ്ഞ പ്രസ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ളത് ആ ഗ്രന്ഥം പറഞ്ഞതും ഞാൻ ആ ഗ്രന്ഥം നോക്കി പിടിച്ചു. മഹാനായ അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പടയങ്കി നഷ്ടപ്പെട്ടു. ആ പടയങ്കി കുറെ തെരഞ്ഞു, കിട്ടിയില്ല. പക്ഷേ പകൽ സമയത്ത് പോകുമ്പോൾ മുസ്ലിം സഹോദരൻ അതിന് വിൽപ്പന നടത്തുന്നത്
أشرف السعيدي